മഹിയെ കണ്ട് അവൾ വേഗം പോയി വാതിൽ തുറന്നു. ആര്യ ഫോണിൽ വിളിച്ചുകൊണ്ട് അവനകത്തേക്ക് കയറി വന്നു. അമ്മയായിരുന്നു അത്. ഉഗ്രനായി അവനെ ശകാരിക്കുന്നുണ്ട്. ഗൗരിക്ക് അത് കേൾക്കാം. മിക്കവാറും മഹിയേട്ടൻ ലേറ്റ് ആയതുകൊണ്ടാകും. സാരില്ല, രണ്ടെണ്ണം കേൾക്കട്ടെ. നല്ല കാര്യം. അല്പം കഴിഞ്ഞതും അവൻ ഫോൺ വെച്ചു. ഗൗരി, ഒരു കോഫി എടുക്ക്. ആകെ ഒരു ക്ഷീണം. മഹി സെറ്റിയിലേക്ക് പോയി ചാരിയിരുന്നു. ഗൗരി അപ്പോൾ തന്നെ അടുക്കളയിലേക്ക് പോയി. ആവശ്യത്തിന് കടുപ്പവും മധുരവും ഇട്ട് ഒരു ബ്രൂ കോഫി എടുത്തുകൊണ്ടുവന്ന് അവൾ അവന് നേർക്ക് നീട്ടി. ഇതാ മഹിയേട്ടാ. താങ്ക് യു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. കഴിക്കാനൊന്നും വേണ്ടേ? വേണം, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ആദ്യം ഈ കോഫി ഒന്ന് കുടിക്കട്ടെ. അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. അരമണിക്കൂർ കഴിഞ്ഞതും കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നു. നാളെ സൺഡേ ആയതുകൊണ്ട് ക്ലാസ് ഇല്ലല്ലോ അല്ലേ? ഇല്ല. നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കോ? അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോരെ? ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ലെങ്കിൽ എൻ്റെ കൂടെ പോരെ? ഏയ് ഇല്ല. ശരി. അവൻ ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നു. നീ കഴിച്ചോ? കഴിച്ചോളാം. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചു. ആഹാരം വിളമ്പി. എന്നും അവൻ തന്നെയാണ് വിളമ്പുന്നത്. ഗൗരി അടുക്കളയിലേക്കും പോയി. അത്താഴമൊക്കെ കഴിഞ്ഞു. മഹി ഓഫീസിലെ കാര്യങ്ങളെല്ലാം ലാപ്പിൽ നോക്കുകയായിരുന്നു. എന്തൊക്കെ ഫയൽസ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അവനും. ഗൗരിയോടാണെങ്കിൽ മഹി കിടന്നോളാൻ പറഞ്ഞെങ്കിലും അവൾ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ഏതോ പുസ്തകം വായിച്ചുകൊണ്ട് കസാരയിലിരുന്നു. 12 മണി അവൻ കിടക്കാനായി വന്നപ്പോൾ ഗൗരി അവൻ വിളിച്ചപ്പോൾ ഗൗരി വേഗം എഴുന്നേറ്റു. സമയം ഒരുപാടായി, നമുക്ക് കിടക്കാം. അവൾ ബെഡ് ലാമ്പ് ഓൺ ചെയ്തു വെച്ചു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് അവൻ്റെ അരികിലായി കിടന്നു. മഹിയേട്ടാ, പെട്ടെന്ന് അവൾ വിളിച്ചു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? മഹിയേട്ടൻ പോകുമ്പോൾ നാളെ ഞാൻ ജംഗ്ഷനിൽ ഒന്നിറക്കാമോ? എന്തിന്? തനിക്ക് എവിടെ പോകാനാണ്? അത് പിന്നെ ലച്ചുവിനേക്ക് ഒന്ന് കാണാൻ പോകാനായിരുന്നു. ചെറിയമ്മ വിളിച്ചു നാളെ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അവിടേക്ക് പോകാനുള്ള വഴി നിനക്കറിയാമോ ഗൗരി? ഇന്ന് എന്നോട് ലച്ചു റൂട്ടൊക്കെ പറഞ്ഞു തന്നു. അവൻ കുറച്ച് സമയം ആലോചിച്ചിരുന്നു. ഉച്ചയാകുമ്പോൾ റെഡി നിൽക്ക്, ഞാനും കൂടി വരാം. എന്നിട്ട് മഹി അവളെ നോക്കി പറഞ്ഞു. അത് വേണ്ടെന്നേ, ഏട്ടനും ബുദ്ധിമുട്ടാവും. ഞാൻ കാലത്തെ പോയിട്ട് വേഗം വന്നോളാം. ലച്ചുവിനെയും ചെറിയമ്മയൊക്കെ ഞാനും ഒന്ന് കാണട്ടിടൂ. അവൻ അവളെ നേർക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. ഗൗരിയാണെങ്കിൽ പുതപ്പ് കൊണ്ട് കഴുത്തറ്റം വരെയും മൂടിയാണ് കിടക്കുന്നത്. അവനത് കണ്ട് ചിരി വന്നു. അവൾ തല ചെരിച്ചു നോക്കി. എന്തേ? അല്ല, നീ എന്തിനാണ് ഇങ്ങനെ ഇതെല്ലാം മൂടി പൊതിച്ച് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? ഏതെല്ലാം? അവൾ കിടന്നിരുന്നും ഒന്നിളകി. ദേ ഇതെല്ലാം തന്നെ എന്നും പറഞ്ഞിട്ട് അവനുള്ള ദേഹത്തു നിന്നും പുതപ്പ് വലിച്ചു മാറ്റി. ഗൗരി വേഗം തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ വയറിന്മേൽ തൻ്റെ കൈ എടുത്തു വെച്ചു. എങ്ങോട്ടാടി ഓടുന്നേ? ഇവിടെ കിടക്ക്. പെട്ടെന്ന് അവൾ പിന്നിലേക്ക് കിടന്നു. കൈ എടുത്ത് മാറ്റിക്കേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കൊഞ്ചാൻ വന്നേക്കുന്നു, വേഗം കൈ മാറ്റിക്കോ. കൊച്ചുകുട്ടികളെപ്പോലെ മുഖം വീർപ്പിച്ച് പറയുകയാണ് ഗൗരി. തൽക്കാലം മാറ്റുന്നില്ല, നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. അല്ല പിന്നെ. അവനും വിട്ടുകൊടുത്തില്ല. മഹിയേട്ടാ, വിളച്ചിലെടുക്കരുത് കേട്ടോ, കൈ മാറ്റിക്കേ, അവൾ വല്ലാത്ത അസ്വസ്ഥതയോടെ പറഞ്ഞു. അവൻ പക്ഷേ അനങ്ങിയില്ല. കണ്ണുകളടച്ച് ഉറങ്ങുന്ന പോലെ കിടന്നു. മഹിയേട്ടാ, അവൾ ഒന്നുകൂടെ വിളിച്ചു. പക്ഷെ മഹിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഗൗരിക്കാണെങ്കിൽ ആകെ ഒരു വിമ്മിഷ്ടം പോലെ തോന്നി. പുതുപ്പ് വലിച്ചെടുത്ത് അവൾ മേൽപോട്ടിട്ടു. പക്ഷേ അപ്പോഴും അവൻ കൈയെടുത്ത് മാറ്റിയില്ല. എനിക്കിപ്പോൾ സൗകര്യമായല്ലോ മിടുക്കിക്കുട്ടി, അവൻ പറഞ്ഞതും അവൾക്ക് സംശയമായി. എന്തേ? അല്ല, നീ പുതപ്പിട്ട് മൂടിയത് കൊണ്ട് എൻ്റെ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാലും പിടിച്ചാലും സാരയില്ല. ഇനി അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും എന്നോട് പറയലേ. അത് കേട്ടതും ഗൗരിയെ ഒന്ന് ഞെട്ടി. അവനിനി എന്തെങ്കിലും തോന്നിയവസം കാണിക്കോ എന്നവൾ ഭയപ്പെട്ടു. കൈ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റുന്നുമില്ല. അവൾ നോക്കിയിട്ട് ഒറ്റ വഴിയുള്ളൂ. ഗൗരി അവൻ്റെ കൈയുടെ മുകളിലേക്ക് തൻ്റെ കൈ എടുത്തു വെച്ചു. എന്നിട്ട് ഒന്നുകൂടെ ആലോചിച്ചു. പിന്നീട് അവൻ്റെ വിരലിലേക്ക് തൻ്റെ വിരൽ കോർത്തു വെച്ചു. പെണ്ണിൻ്റെ ഇളം ചൂട് അവൻ്റെ ശരീരത്തിലേക്ക് പടർന്നു. വല്ലാത്ത ഒരു കുളിരും. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാലും ഞാനറിയും, അവൾ പിറുപിറുത്തുകൊണ്ട് നോക്കി. ചുണ്ടിലൊളിപ്പിച്ച ചിരിയുമായി അവൻ കണ്ണുകൾ അടച്ച് കിടന്നു. ഗൗരി മെല്ലെ അവനെ നോക്കി. ഇന്ന് കുടിച്ചില്ലാവോ? മണമൊന്നുമില്ലല്ലോ. ഇവിടെ വന്നിട്ടും കുടിച്ച് കണ്ടില്ല, അവൾ ഓർത്തു. പക്ഷെ അങ്ങനെ വരാനൊട്ടും വഴിയില്ല. ചൂയിങ്കൻ ചവച്ചുകൊണ്ട് വന്നാലും മണം വരുന്നതാണ്. പക്ഷെ ഇന്നൊട്ടും ഇല്ലല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ ഏറ്റ് കാണും. അവൾ കുറച്ച് സമയം കൂടി അങ്ങനെ കിടന്നു. അവൻ ശരിക്കും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഗൗരി അവന് നേർക്ക് തിരിഞ്ഞു. എന്നിട്ട് സാവധാനം അവൻ്റെ മുഖത്തിൻ്റെ നേർക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. ശ്വാസം ആഞ്ഞ് മേൽപോട്ട് വലിച്ചു. ഇല്ല, മണം ഒട്ടുമില്ല. മുഖം അവൻ്റെ നേർക്ക് അടുപ്പിച്ച് നോക്കി.
അപ്പോൾ ഒരു തുള്ളി പോലും കുടിച്ചില്ലല്ലോ. അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒന്നുകൂടെ അവൻ്റെ നേർക്ക് അവൾ മുഖം അടുപ്പിച്ചു സംശയം തീർക്കാനായി. അതെ, സത്യമാണ്, ഇന്ന് ഡ്രിങ്ക്സ് കഴിച്ചില്ല. ഈശ്വര, സത്യമാണല്ലോ. അപ്പോൾ തൻ്റെ ഭാര്യ പറഞ്ഞൊക്കെ അനുസരിക്കുമല്ലേ ദേവ് മഹേശ്വർ? അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് കിടന്നു. അപ്പോഴും അവൻ്റെ കൈ ഗൗരിയുടെ ദേഹത്ത് തന്നെയായിരുന്നു. അവൾ അവൻ്റെ വിരലുകളിൽ തൻ്റെ വിരൽ കോർത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും മഹി കണ്ണു തുറന്നു. പെണ്ണിൻ്റെ തുടുത്ത കവിളിൽ ഒരു ഉമ്മ കൊടുക്കാനാണ് അവനപ്പോൾ തോന്നിയത്. തൻ്റെ അടുത്തേക്ക് അവൾ നിശ്വാസം അടിച്ചതും താൻ ഫ്ലാറ്റായി പോയല്ലോ എന്നവൻ ഓർത്തു. ഹോ, ഒരു പെണ്ണ് വന്നാൽ ജീവിതമേ മാറിപ്പോകും എന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ തനിക്ക് അവരോട് പുച്ഛമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നിമിഷം പോലും ഇവളില്ലാതെ പറ്റുന്നില്ല. ഗൗരി, ഇവൾ തൻ്റെ എല്ലാമാണിപ്പോൾ. ഈ സാമീപ്യം അത് അത്രമേൽ തന്നെ കീഴ്പ്പെടുത്തി. അവൻ കുറേ സമയം അവളെ നോക്കിക്കിടന്നു. അതിനുശേഷം കൈയൊന്ന് പിൻവലിക്കാൻ നോക്കിയതും പെണ്ണൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു. അവളെ ശ്വാസതാളം പോലും അവന് നന്നായി കേൾക്കാം. അവൻ കൈയെടുത്ത് മാറ്റിയിട്ട് ആ കൈകൾ കൊണ്ട് തന്നെ അവളെ പൊതിഞ്ഞു പിടിച്ചു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു. ഹോ, എന്തൊരു ഉറക്കബോധമാണ് ഇവൾക്ക്, അവൻ ഓർത്തു. ഗൗരി വേഗം അവൻ്റെ അരികിൽ നിന്നും നീങ്ങിക്കിടന്നു. ഗൗരി, 1 മണിയാകുമ്പോൾ ഞാനെത്തും, റെഡിയായി നിന്നോളൂ. ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ മഹി അവളോട് പറഞ്ഞു. അവൻ പോയ ശേഷം ഗൗരി ഫോൺ എടുത്ത് ലച്ചുവിനെ വിളിച്ചു വരുന്ന കാര്യം അറിയിച്ചു. അവൾക്കത് കേട്ടതും ഒരുപാട് സന്തോഷമായി. ചേച്ചി പെണ്ണേ, വേഗം പായോ, ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞിട്ട് ലച്ചു ഫോൺ വെച്ചു. അവളെ കാണാൻ തിടുക്കമുണ്ടെങ്കിൽ പോലും ചെറിയമ്മ എന്തെങ്കിലും ബഹളം കൂട്ടുമോ, അതും മഹിയേട്ടൻ്റെ കാണുകൾ. അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് ചെറിയമ്മ വിളിച്ചതിൽ എന്തോ കാര്യലാഭമുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്തായാലും എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം എന്നവൾ തീരുമാനിച്ചു. കൃത്യം 1 മണിയായപ്പോൾ തന്നെ മഹി എത്തിയിരുന്നു. ഗൗരി അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. ഊണെടുത്ത് വയ്ക്കാം മഹിയേട്ടാ. ഷർട്ട് മാറുന്നവനെ നോക്കി ഗൗരി പറഞ്ഞു. ഞാൻ ഫ്രഷ് ആവട്ടെ. അവൻ വാഷ്റൂമിലേക്ക് പോയി. ഗൗരി ചോറും കറികളും എല്ലാം എടുത്ത് മേശമേൽ നിർത്തി. മത്തനും പയറും ഇട്ട എരിശ്ശേരിയും ബീൻസ് പയർ തോരനും പിന്നെ മീൻ പൊരിച്ചതും മീൻ കറിയും പപ്പടവും അതൊക്കെയായിരുന്നു അന്നത്തെ വിഭവങ്ങൾ. ആസ്വദിച്ചിരുന്നു തന്നെയാണ് അവനും വന്ന് ഭക്ഷണം കഴിച്ചത്. ഗൗരി അവൻ്റെ ഒപ്പം കഴിക്കാൻ ഇരിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവനൊട്ടും വിളിക്കാനും മുതിർന്നില്ല. ഏകദേശം 2 മണിയോടെ ഗൗരിയും മഹിയും കൂടി ലച്ചുവിനെ ഒക്കെ കാണാനായി പുറപ്പെട്ടു. ഒരു ബേക്കറിയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ അവനോട് വണ്ടി നിർത്താമോ എന്ന് ചോദിച്ചു. അവൻ വണ്ടി ഒതുക്കിയതും ഗൗരി ഇറങ്ങി. മഹി ക്യാഷ് എടുത്ത് നീട്ടിയെങ്കിലും തൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഗൗരി വാങ്ങിയില്ല. കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് അവൾ വേഗം ഇറങ്ങി വന്നു. ലച്ചു അവളോട് വഴി പറഞ്ഞു കൊടുത്തതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. ഒരു ഇരനില മാളികയുടെ മുന്നിൽ ചെന്ന് വണ്ടി നിന്നു. ഗൗരിയാണ് ആദ്യം ഇറങ്ങിയത്. അവൾ വീടാകമാനം ഒന്ന് നോക്കി. അപ്പോഴേക്കും ലച്ചു ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവളുടെ കവളിൽ മാറി മാറി മുത്തം കൊടുത്തു. 2 പേരും കരഞ്ഞു പോയിരുന്നു. ഗൗരിയുടെ ആ വീട്ടിൽ സ്നേഹവും കരുണയും ഒക്കെയുള്ള ഒരേ ഒരു വ്യക്തിയായിരുന്നു ലച്ചു. ചേച്ചി, എത്ര ദിവസമായി കണ്ടിട്ട്. എനിക്ക് ചേച്ചിയെ കാണഞ്ഞപ്പോൾ സങ്കടം വന്നിരുന്നു. ചേച്ചിക്കും വിഷമമായിരുന്നു മോളെ. പക്ഷേ വേറെ നിവർത്തിയില്ലല്ലോ. രണ്ടാളും സംസാരിച്ച് നിന്നപ്പോൾ മഹി വണ്ടി ഒതുക്കിയിട്ടിട്ട് അവരുടെ അരികിലേക്ക് എത്തി. മോളെ, ഇത് മഹിയേട്ടൻ, നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ എനിക്കറിയാം, കയറി വാ ചേട്ടാ. അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ചെറിയമ്മയ്ക്ക് എവിടെ? കാണുന്നില്ലല്ലോ. അമ്മ കുളിക്കുവോ ചേച്ചി? സേതു ക്ലാസ്സിൽ പോയി. ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ പുതിയ സെറ്റിയും കസേരയും ഡൈനിങ് ടേബിളും ഒക്കെ കിടക്കുന്നു. കയറി വാ ചേട്ടാ, ഇരിക്കേട്ടോ. ലച്ചു പറഞ്ഞപ്പോൾ മഹി അവിടെ കിടന്ന ഒരു സെറ്റിയിൽ പോയിരുന്നു. അല്ല, ഇത് ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? ഗൗരിയെ, നീ ഞങ്ങളൊക്കെ മറന്നോ? അല്പം തടിച്ച ഒരു ഇരുനിറമുള്ള ഒരു സ്ത്രീ തലയിൽ തോർത്തും ചുറ്റിക്കൊണ്ട് ഇറങ്ങി വരുന്നത് മഹി കണ്ടു. ഓ, അപ്പോൾ ഇതാണ് ചെറിയമ്മ, അവൻ ഊഹിച്ചു. ചെറിയമ്മ കുളിക്കുമായിരുന്നോ? അതെ മോളെ. കഥ പറഞ്ഞു നിൽക്കാതെ മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക കേട്ടോ. ഇങ്ങോട്ട് കയറി വന്നേ ഗൗരി. ലച്ചു, നീ കൂടി ചെല്ല്. അവർ മഹിയുടെ അടുത്തേക്ക് വന്നു. മോനെ, ഞാൻ ഗൗരിയുടെ ചെറിയമ്മയാണ്. പേര് രാധമ്മ. ഞാനേ ഈ പാചകമൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിക്കുമായിരുന്നേ. എനിക്ക് മനസ്സിലായി. അവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. സ്വയമൻ സാധനമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മഹിക്ക് മനസ്സിലായി. ഗൗരിയും ലച്ചുവും കൂടി നേരെ അടുക്കളയിലേക്ക് പോയി. മോനെ, കുടിക്കാൻ എന്താണ് വേണ്ടത്? ചായയോ അതോ? ഇപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങൾ ഊണ് കഴിച്ചാണ് ഇറങ്ങിയേ. അല്ല, അതെന്ത് പരിപാടിയാണ് കാണിച്ചേ? ഇങ്ങോട്ട് അല്പം വിരുന്നിന് വന്നപ്പോൾ കഴിച്ചിട്ടാണോ ഇറങ്ങിയേ? പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്? അവർ താടിക്ക് കൈയും കൊടുത്തു നിന്നു. സമയമുണ്ടല്ലോ ചെറിയമേ, അതൊക്കെ കഴിച്ചോളാം. അവരോട് മറുപടി പറഞ്ഞപ്പോൾ മഹിയുടെ ഫോൺ ശബ്ദിച്ചു. അവനത് എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി.
ഗൗരി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കലക്കിക്കൊണ്ട് മഹിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അവൻ അപ്പോൾ ഫോണിലായിരുന്നു. ഇടം കൈകൊണ്ട് അവളോട് ഗ്ലാസ് മേടിച്ചു പിടിച്ചു മഹി. എന്നിട്ട് സംസാരം തുടർന്നു. രാധ ഗൗരിയുടെ അടുത്തേക്ക് വന്നു. എടി, എന്താ ചെറിയമ്മേ, മറ്റേ കാര്യം എങ്ങനെയാണ്? ഏത് കാര്യം? നമ്മുടെ വീട് വിൽക്കുന്നത്? ഓ, അതൊന്നും ഇപ്പം വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എടി, നല്ല വില കിട്ടും ഗൗരി, അതവിടെ കിടന്നാലും നശിച്ചു പോവുകയല്ലേ ഉള്ളൂ. അവർ കുറെ പറഞ്ഞു നോക്കി. ഗൗരി പക്ഷെ അമ്പിനും വില്ലിനും അടുത്തില്ല. സ്ഥല വിൽപ്പനയാകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവരുടെ സ്നേഹ സംഭാഷണം അതുപോലെയായിരുന്നു. പിന്നെ ഓർത്തു, ഇനി വലിയ വീടൊക്കെ കിട്ടിയപ്പോൾ അവർക്ക് ഇത്രയെങ്കിലും സ്നേഹം വന്നുവെന്ന്. ഒക്കെ തന്നെ വ്യാമോഹങ്ങളായിരുന്നു. ഇവരൊന്നും ഒരു കാലത്തും ശരിയാവില്ല, ഗൗരി ഓർത്തു. രാധയാണെങ്കിൽ കലി പുരണ്ട് നിൽക്കുകയാണ്. മഹി വെളിന്നും ഉമ്പറത്തേക്ക് കയറുന്നത് അവർ കണ്ടു. ഗൗരിക്കിട്ട് ഒരു പണി കൊടുക്കാൻ രാധമ്മയും തീരുമാനിച്ചു. എങ്ങനെയുണ്ടടി ഗൗരി നിന്റെ ടീച്ചറമ്മ? നിന്നോട് പിന്നെ പണ്ടേ കാര്യമാണല്ലോ അല്ലേ? ചെറിയമ്മ ചോദിച്ചപ്പോൾ ഗൗരി ഒന്നും അവരോട് പറഞ്ഞില്ല. നിന്റെ പേരിലേക്ക് സ്വത്തൊക്കെ മാറ്റിയോടി, എല്ലാം കൈയോടെ ചെയ്തോണം. അവർ വീണ്ടും ചോദിച്ചു, ആരുടെ സ്വത്ത്? ചെറിയമ്മ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? മഹിയേട്ടൻ എങ്ങാനും കേട്ടാല്? അവൾ അടുക്കള ജനലിൽ കൂടി ഏന്തി വരിഞ്ഞ് മുറ്റത്തേക്ക് നോക്കി. മഹി അവിടെ നിൽപ്പില്ലായിരുന്നു. കേട്ടാ എന്താടി, ഈ കുടീനെ തലയിൽ കയറ്റി വെച്ചതും പോരാ. നിന്നോട് എല്ലാവരും എത്ര തവണ പറഞ്ഞതാണ് ഈ ബന്ധം വേണ്ട വേണ്ടെന്ന്. ഇന്നും അവനെ നാറ്റുണ്ട്. കുടിച്ചു കാണും അല്ലയോ? അവർ ഉറക്കെ ചോദിച്ചു. അവൻ കേൾക്കാൻ പാകത്തിന് തന്നെ. ചെറിയമ്മേ, ഒന്ന് പതുക്കെ പറയൂ. ഓ, കേട്ടാ ഇപ്പം എന്നാ? എന്നെ പിടിച്ച മൂക്കി കയറ്റുമോ? എനിക്ക് ഓരോരുത്തരം പേടിയില്ല. പൊന്നുപോലെ ഇരുന്ന പെണ്ണ, എന്നോട് എന്തെങ്കിലും പറഞ്ഞാലേ വിവരമറിയും. എന്തിനാടി നിങ്ങനെ ഒരു നരകത്തിലേക്ക് പോയത്? നിന്റെ അമ്മ പോലും എന്നെ ശപിക്കും. ചെറിയമ്മേ, എൻ്റെ ഇഷ്ടത്തിനാ ഞാൻ മഹിയേട്ടനെ കല്യാണം കഴിച്ചത്. അതിന് നിങ്ങളാരും ദണ്ണപ്പെടണ്ട. ഈ തർക്കുത്തരവും തൻ്റെടവും കാണുമാണ് നിനക്ക് ഈ ഗതി വന്നത്. തന്തയും തള്ളയും നിന്റെ തല കണ്ടപ്പോൾ തെക്കോട്ട് തന്നെ പോയി. നീ ആരുടെ കൂടെ കൂടിയാലും അവിടെ മരണം ഉറപ്പ്. ഇനി ഇവനെങ്കിലും ദൈവം ആയുസ് കൊടുത്താൽ മതിയായിരുന്നു. അമ്മേ, ഇതെന്തൊക്കെയാണ് ഈ വായിട്ടലയ്ക്കുന്നത്? ലച്ചു അവരോട് തട്ടിക്കറി. ദേ പെണേ, മിണ്ടാതെ പൊടി അപ്പുറത്ത്, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ. അവർ ലച്ചുവിനെ അടിക്കാനായി കൈ ഓങ്ങി. അമ്മേ, അമ്മ എന്തിനാണ് ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടി പെണ്ണേ, ഞാനുള്ളതാണ് പറഞ്ഞേ. ഒരുപാടങ്ങ് നെകിളിച്ചാലേ പണി വരുന്നത് അറിയില്ല. ഒന്നാമത് അവനൊരു മുഴുകൂടിയെ രാത്രിയിൽ കുടിച്ച് വണ്ടി ഓടിച്ചു വന്നാൽ മതി. എന്തെങ്കിലും പറ്റിപ്പോയാലേ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും കാണില്ല. എൻ്റെ ഈശ്വര, ഈ അമ്മ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ലച്ചു തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു. ഗൗരി ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അപ്പോഴും ഗൗരി, മഹിയുടെ ശബ്ദം കേട്ടും അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു. നമുക്ക് ഇറങ്ങിയാലോ? എൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോകാം. എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു അവൾക്ക് അപ്പോഴും. അവൾ ലച്ചുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ശോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത് ഇപ്പം ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ചേച്ചി പോവാ. ചേച്ചി വേറൊരു ദിവസം വരാം മോളെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, മോൾ എൻ്റെ ഒപ്പം പോരെ. 2 ദിവസം അവിടെ നിന്നിട്ട് പോരാലോ? ഗൗരി അവളെ ചേർത്ത് പിടിച്ചു. അമ്മേ, എന്നാ ഞാനും കൂടി പൊയ്ക്കോട്ടെ? ലച്ചു അടുക്കളയിൽ ചെന്ന് പതിയെ അമ്മയോട് ചോദിച്ചു. എങ്ങോട്ട്? ചേച്ചിയുടെ ഒപ്പം 2 ദിവസം നിൽക്കാൻ. ഫാ, നീ ഇത് എന്തൊക്കെയാടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരൊറ്റ അടിയായിരുന്നു അവർ ലച്ചുവിൻ്റെ നേർക്ക്. അമ്മയും പെങ്ങളും തിരിച്ചറിയാതെ കുടിച്ച് കൂവി നടക്കുന്നവൻ്റെയൊക്കെ വീട്ടിലോട്ട് പോകാൻ നിനക്ക് തിടുക്കായോടി. വെട്ടി അരിയും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ചെറിയമ്മേ, പിന്നീട് ഗൗരി അല്പം മോശത്തിലാണ് വിളിച്ചത്. രാധമ്മ തിരിഞ്ഞു നോക്കി. നിങ്ങൾ എന്താണിപ്പോൾ പറഞ്ഞത്? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അവൾ അടുത്തേക്ക് വന്നിട്ടും രാധമ്മ ചെറുതായി ഒന്ന് വിരണ്ടു. പക്ഷെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല താനും. എന്നടി, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ എന്നെ പേടിപ്പിക്കുവാണോ? മേലാൽ ഈ പറഞ്ഞ പോലെ തരം താഴ്ന്ന വർത്തമാനം ഇനി നിങ്ങളെ നാവിൽ നിന്നും വരരുത്. അല്ലേ, ഇതെന്ത് കൂത്ത്? എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് വഴക്കിന് വരണോ? എന്നാ കേട്ടോ നീ, ഞാനേ ഇനിയും പറയും. പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നാവ് കാണില്ല, പിഴുത് എറിഞ്ഞു കളയും. ഗൗരിക്ക് അവരോട് വല്ലാതെ അമർഷം തോന്നി. ദേഷ്യം കൊണ്ട് അവളുടെ ചുണ്ടുകൾ പോലും വിറകൊണ്ടു. മഹി പിന്നിൽ വന്ന് നിന്നതൊന്നും അവൾ കണ്ടില്ല. എന്നെ എന്ത് വേണേലും പറഞ്ഞു, ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം ഞാനത് ഇന്നും ഇന്നലെയും അല്ല കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന തോന്നിവാസം കേട്ടു നിൽക്കാൻ ഗൗരിക്ക് കഴിഞ്ഞെന്ന് വരില്ല. തോന്നിവാസം കാണിക്കാം പറയുന്നതിലാണ് അല്ലടി കുഴപ്പം. ആര് എന്ത് കാണിച്ചെന്ന്? എൻ്റെ ഭർത്താവ് തോന്നിവാസം കാണിച്ച ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ? എടി, എങ്ങോട്ടാടി നീ കത്തി കയറുന്നത്? അവർ രുചിച്ചു നോക്കി വലിച്ചെറിഞ്ഞു കഴിഞ്ഞ് ഇവിടേക്ക് തന്നെയല്ലേ നീ വരേണ്ടത്. അതുകൊണ്ട് അധികം വിളയാതെ പോകാൻ നോക്ക്. പൊയ്ക്കോളാം, അതിന് തന്നെയാണ് വന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ഒരു തിരിച്ചുവരവ് അതുണ്ടാവില്ല.
കാണാം മോളെ. അങ്ങനെ ഒരു അവസ്ഥ വന്നാലേ ആ നിമിഷം ഗൗരി ലോകത്തു നിന്നും അപ്രത്യക്ഷമാകും. അതും പറഞ്ഞുകൊണ്ട് ഗൗരി അവിടെ നിന്നും ഇറങ്ങിപ്പോയി.